ഗ്ലോറി ടു ഗോഡ്. ലിവിങ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളേവരെയും ഞാൻ ചേർന്ന് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന വലിയ കൃപയ്ക്കായി, വലിയ ദൈവനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ദുബായിൽ നിന്നും ജോൺ ജോയ് മാത്യു ബ്രദറാണ്. തൻ്റെ പ്രാർത്ഥനാ വിഷയം എന്ന് പറയുന്നത് ഈ സെപ്റ്റംബർ മാസം മുതൽ ഡിസംബർ വരെയും തൻ്റെ ജോലിയിൽ എല്ലാവിധമായ പ്രൊട്ടക്ഷനും നന്മകളും വെളിപ്പെട്ടു വരേണ്ടതിനായിട്ട്, പ്രത്യേകിച്ച് തൻ്റെ ടാർഗറ്റ് താൻ പൂർത്തീകരിക്കേണ്ടതിനായിട്ടും, ഈ വർഷവും തൻ്റെ ജോലിയിൽ ഒരു ഉയർന്ന തലം വെളിപ്പെട്ടു വരേണ്ടതിനായിട്ടും, അതേപോലെ തന്നെ താൻ നാളുകളായിട്ട് കോടതിയിൽ വെച്ചിരിക്കുന്ന തൻ്റെ ചില കേസുകളിൽ കർത്താവ് ഒരു അത്ഭുതമായ വിടുതൽ തനിക്ക് വേണ്ടി അയക്കേണ്ടതിനായിട്ടും, അടുത്ത പ്രാർത്ഥനാ വിഷയം എന്ന് പറയുന്നത് തൻ്റെ മാതാവിനെയും പിതാവിനെയും കർത്താവ് പ്രൊട്ടക്റ്റ് ചെയ്യണം, അവർക്ക് പൂർണ്ണ സൗഖ്യവും ആരോഗ്യവും ദൈവം കൊടുക്കണം, അതേപോലെ തന്നെ ഈ ദിവസങ്ങളിൽ കർത്താവ് പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യേണ്ടതിനായിട്ട് പ്രത്യേകമായി പ്രാർത്ഥനാ വിഷയം ചോദിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഈ മകന് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവരും എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഈ മകന് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവ് ഇന്നൊരു അത്ഭുതം ഈ മകന് വേണ്ടി ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് ഈ എപ്പിസോഡ് തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ഓർപ്പിക്കുന്നു, ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും കാണണം. ഒരു അത്ഭുത ടെസ്റ്റിമണിയാണ്. നിങ്ങൾ ഓരോരുത്തരും മറ്റുള്ളവരും കൂടി വിളിച്ച് നല്ലൊരു ഇരിപ്പിടം ഉറപ്പാക്കണമെന്ന് ഓർപ്പിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയിലേക്ക് കടന്നു വരാം. ഈ മകൻ മുഖാന്തരമാണ് ഇന്നത്തെ എപ്പിസോഡ് കടന്നു പോകുന്നത്. കണ്ണുനീരോടൊന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായി, ദൈവത്തിൻ്റെ കരുതലിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വലിയൊരു വിടുതൽ വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ നന്മ വെളിപ്പെട്ട് വരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അപ്പാ, ഞങ്ങൾ ഒരുമിച്ച് ജോൺ ബ്രദറിനായി പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥിക്കുന്ന മിനിറ്റിൽ തന്നെ കർത്താവിൻ്റെ അത്ഭുതകരം, കർത്താവിൻ്റെ വലിയ കരം തൻ്റെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ ഹല്ലേലൂയ, തൻ്റെ ജോലിയിൽ ദൈവികമായ വിടുതലുകൾ സംഭവിക്കണം, ദൈവികമായ പ്രൊട്ടക്ഷൻ വെളിപ്പെട്ടു വരണം, ദൈവം വെച്ചിരിക്കുന്ന നന്മകൾ ആ ജോലിയിൽ തനിക്ക് തുറന്നു കിട്ടണം. അതേപോലെ ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കർത്താവെ, ഈ മകന് വേണ്ടി വലിയ ചില നന്മകൾ തുറക്കണമേ അപ്പ. പ്രത്യേകിച്ച് താൻ ആ കോടതിയിലായിരിക്കുന്ന വിഷയങ്ങളിലെല്ലാം താൻ മാനുഷിക നിലയിൽ ചിന്തിക്കുന്നതിനപ്പുറത്തായി ദൈവത്തിൻ്റെ കരം വെളിപ്പെട്ട് വരണമേ അപ്പ. അത്ഭുതങ്ങളെ ദൈവം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈ മിനിറ്റിൽ തന്നെ അത്ഭുതകരം ചലിക്കണമേ അപ്പ. അതേപോലെ തന്നെ മാതാവിനെയും പിതാവിനെയും ദൈവം സൗഖ്യമാക്കുകയും സൂക്ഷിക്കുകയും ചെയ്യണം അപ്പ. എല്ലാ നിലയിലും ദൈവം കാക്കുകയും കരുതുകയും ചെയ്യണം. ദൈവത്തിൻ്റെ കരുതലുകൾ വെളിപ്പെടുന്നതിനായി സ്തോത്രം അപ്പ. അങ്ങ് കരുതിയതിനായി നന്ദി, അങ്ങ് വിടുവിച്ചതിനായി നന്ദി. അതേപോലെ തന്നെ ഞങ്ങൾ ഉറച്ചു പ്രാർത്ഥിക്കുന്നു അപ്പ. ഞങ്ങൾ ഉറച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവികമായ നന്മകൾ, ദൈവികമായ അത്ഭുതങ്ങൾ തുറക്കണമേ അപ്പ. ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ സാക്ഷ്യത്തിലേക്ക് വരണം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. പ്രിയരെ, എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കണം. അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യത്തിലേക്കാണ് നമ്മൾ വരുന്നത്. നിങ്ങളെല്ലാവരും ഈ സമയത്ത് മറ്റുള്ളവരെയും കൂടെ വിളിച്ചിരുത്തി ഈ എപ്പിസോഡ് കാണണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ നിങ്ങൾക്കിത് മിസ്സാകുന്നു എങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. യൂട്യൂബിലെല്ലാം അപ്ഡേറ്റ് ആകുന്നുണ്ട്. കർത്താവ് നിങ്ങളെ മാനിക്കട്ടെ. കർത്താവിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടട്ടെ. എങ്കിൽ നമുക്ക് എപ്പിസോഡിലോട്ട് കടന്നു വരാം. കർത്താവ് നിങ്ങളെ മാനിക്കട്ടെ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഈ എപ്പിസോഡിലോട്ട് ഞങ്ങളെ ക്ഷണിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്ന് നമ്മുടെ കൂടെ ആയിരിക്കുന്നത് റൂബേൻ ഡോക്ടറാണ്. പ്രത്യേകിച്ച് ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു കുടുംബമാണ്. ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു കുടുംബത്തെ ദൈവം മാനിക്കുമെന്നുള്ള സാക്ഷ്യമാണ് നിങ്ങൾ കേൾക്കുന്നത്. നമുക്കൊരുമിച്ച് സാക്ഷ്യത്തിലേക്ക് വരാം. കർത്താവിൽ പ്രിയരെ, ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എനിക്ക് ഈ അവസരം നൽകിയ സ്നേഹവും ബഹുമാനവുമുള്ള പാസ്റ്ററോട്, കുടുംബത്തോട്, കടന്നു വന്നിരിക്കുന്ന സഭാവിശ്വാസികളോടുള്ള പ്രത്യേക നന്ദിയും കടപ്പാടും ഞാൻ ഈ സമയം അറിയിക്കുകയാണ്. 2005 ജനുവരി 27 കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജ് ലെക്ചററായി ഞാൻ ചാർജ് എടുത്തത്. എൻ്റെ സ്വദേശം തിരുവനന്തപുരം ജില്ലയിലെ പാലോടാണ്. 3 വർഷം ഞാൻ ട്രെയിനിലും ബസ്സിലുമായി യാത്ര ചെയ്ത് കൊല്ലത്ത് വന്ന് ജോലി ചെയ്തു. എന്നാൽ 2008 മുതൽ വാടകയ്ക്കും 2010 ജനുവരി 26 മുതൽ കൊല്ലത്ത് സ്വന്തമായി ദൈവം വാങ്ങി നൽകിയ ഒരു ഭവനത്തിൽ പാർക്കുവാനും ദൈവം ഇടവരുത്തി. ഇന്നുവരെയും ആ ഭവനത്തിൽ പാർത്ത് ശുശ്രൂഷകൾ ചെയ്തു വരികയാണ്. 2006 മുതൽ എൻ്റെ ജോലിയുടെ തസ്തിക അസിസ്റ്റൻറ്റ് പ്രൊഫസർ എന്നാക്കി മാറ്റി. എന്നാൽ അത് കഴിഞ്ഞ് ഒരു പ്രൊമോഷൻ കൂടെ എനിക്ക് AGP 7000 ലെവലിലേക്ക് ദൈവം എന്നെ വീണ്ടും ഉയർത്തി.
എന്നാൽ UGCയുടെ ചില പ്രയാസങ്ങൾ കാരണം അടുത്തുള്ള, അതായത് AGP 8000, 9000 എന്നീ നിലകളിലേക്ക് ഉയർത്തുവാനുള്ള നിയമ ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് സാധിച്ചില്ല. എന്നാൽ വളരെ ബുദ്ധിമുട്ടി 2018 ശേഷം 2015-ലും 2016-ലുമൊക്കെ ലഭിക്കേണ്ടുന്ന ആ പ്രൊമോഷനുകൾ എനിക്ക് ലഭിച്ചു. എന്നാൽ 2 പ്രധാനപ്പെട്ട പ്രൊമോഷൻ, അതായത് 12 വർഷമാകുമ്പോൾ കിട്ടേണ്ടുന്ന അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയും പ്രൊഫസർ തസ്തികയും 2020-ൽ കിട്ടേണ്ടതാണ്, അതും എനിക്ക് ലഭിക്കാതെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. എന്നാൽ ഈ കോവിഡിന് ശേഷം ഞാൻ കൊല്ലത്ത് സ്ഥിരമായിട്ട് നിൽക്കുവാനും അങ്ങനെ ഈ ശുശ്രൂഷയുമായിട്ട് ഏകദേശം 4-5 വർഷമായിട്ട് പാസ്റ്ററുടെ കൂട്ടായ്മയിൽ പങ്കെടുക്കുവാനായിട്ട് കഴിഞ്ഞു. ആദ്യകാലത്ത് ഞാനിവിടെ വന്നപ്പോൾ വൈഫിൻ്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പ്രാർത്ഥന ആവശ്യവുമായിട്ടാണ് ഇവിടെ കടന്നു വന്നത്. എന്നാൽ പിന്നീട് എൻ്റെ പ്രൊമോഷൻ്റെ കാര്യം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അസോസിയേറ്റ് പ്രൊഫസർ ആകേണ്ട സമയം കഴിഞ്ഞു, അത് 2017-ൽ കിട്ടേണ്ടതാണ്. അദ്ദേഹം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പറഞ്ഞ പ്രവചനങ്ങൾ അനുസരിച്ച് അതുപോലെ തന്നെ ആ അസോസിയേറ്റ് പ്രൊഫസർ തസ്തിക എനിക്ക് ലഭിച്ചു. 3-4 മാസം യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റിൻ്റെ ഓർഡർ ഇറങ്ങുവാൻ സമയമെടുക്കുമ്പോൾ 1 മാസത്തിനുള്ളിൽ ഇൻ്റർവ്യൂ കഴിഞ്ഞ് എനിക്ക് ആ പോസ്റ്റ് ലഭിച്ചു. മാത്രമല്ല ആ പോസ്റ്റിൽ കഴിഞ്ഞിട്ട് അടുത്ത പോസ്റ്റ് 2020-ൽ കിട്ടേണ്ടതാണ്, ഇത് 2023-ലാണ് കിട്ടിയത്. ആ 20-ൽ കിട്ടേണ്ട പ്രൊഫസർ പോസ്റ്റിന് വേണ്ടി ഞാൻ ആപ്ലിക്കേഷൻ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ അതിലും ചില പ്രതിബന്ധങ്ങൾ, ചില നിയമക്കുരുക്കുകൾ. അപ്പോൾ അത് മാറിയാലേ കിട്ടത്തുള്ളൂ. അങ്ങനെ ആ പ്രൊഫസർ പോസ്റ്റ് ലഭിക്കുവാൻ വേണ്ടിയുള്ള ശ്രമത്തിലായിരുന്നു ഞാൻ. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പാസ്റ്ററോട് പറഞ്ഞു, പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഉടൻ തന്നെ എനിക്ക് വേറൊരു പ്രൊമോഷൻ, പാസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു ഒരു പ്രൊമോഷൻ ഉടൻ തന്നെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കരുതി പ്രൊഫസർ പോസ്റ്റ് ആയിരിക്കുമെന്ന് കരുതി. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഞാനും പോയി ഈ പ്രൊമോഷന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ ഏപ്രിൽ 1-ാം തീയതി മുതൽ ഫാത്തിമ മാതാ നാഷണൽ കോളേജ് ബോട്ടണി വിഭാഗം തലവനായിട്ട്, ഹെഡായിട്ട് അപ്പോയിൻ്റ് ചെയ്തുകൊണ്ടുള്ള ഓർഡർ മാനേജറിൽ നിന്ന് എനിക്ക് ലഭിക്കുകയുണ്ടായി. അതെല്ലാം അദ്ദേഹം എങ്ങനെ അതിന് തൊട്ട് മുമ്പുള്ള ആഴ്ചയും പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രൊമോഷൻ ലഭിക്കുമെന്ന് പറഞ്ഞു. വീണ്ടും ഞാൻ പ്രൊഫസർ പോസ്റ്റിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ, അതിന് 15 വർഷം സർവീസ് വേണം, 10 ഇൻ്റർനാഷണൽ പബ്ലിക്കേഷൻസ് വേണം, ഇങ്ങനെ ഒരുപാട് ക്രൈറ്റീരിയ അതിനുണ്ട്. അപ്പോൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ നവംബർ മാസം കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൽ പ്രിൻസിപ്പൽ പോസ്റ്റ് വിളിച്ചുകൊണ്ട് ഒരു വാണ്ടറ്റ് എനിക്ക് എൻ്റെ ഒരു ടീച്ചർ അയച്ചു തരികയുണ്ടായി. അപ്പോൾ എൻ്റെ പഴയ HOD ആയിരുന്ന ടീച്ചറാണ് അത് അയച്ചു തന്നത്. പക്ഷേ എങ്കിലും ഇത് പോസ്റ്റ് എനിക്ക് പ്രിൻസിപ്പൽ പോസ്റ്റ് കിട്ടുകയില്ല എന്ന് കരുതി ഞാൻ അപ്ലൈ ചെയ്തില്ല. അപ്പോൾ അവരെന്ത് ചെയ്തു, ആദ്യത്തെ സെറ്റിൽ ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻസ് ഉള്ള, അതായത് 10 പബ്ലിക്കേഷൻസ്, 110 റിസർച്ച് സ്കോർ, 15 വർഷം സർവീസ്, ഇത്രയുമുള്ള ഒരു കാൻഡിഡേറ്റിനെ കിട്ടാത്തത് കൊണ്ട്, അതിനകത്ത് ഒരുപാട് പേര് അപ്ലൈ ചെയ്തു, അവർക്കൊന്നും ഈ കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്യുവാൻ കഴിയാത്തത് കൊണ്ട് അത് വീണ്ടും റീനോട്ടിഫൈ ചെയ്തു. അപ്പോൾ ഏകദേശം ഫെബ്രുവരി മാർച്ച് മാസത്തിലാണ് വീണ്ടും ഈ റീനോട്ടിഫിക്കേഷൻ വന്നത്. അപ്പോൾ ഞാനത് കൊടുക്കാം എന്ന് വൈഫും ഒക്കെ പറഞ്ഞു, എല്ലാവരും പറഞ്ഞു അത് കൊടുക്കണം. അപ്പോൾ എൻ്റെ കോളേജിലെ പ്രിൻസിപ്പലും പറഞ്ഞു, പ്രിൻസിപ്പലാണ് എനിക്ക് ആ നോട്ടിഫിക്കേഷൻ അയച്ചു തന്നത്. ഞാൻ അതനുസരിച്ച് 22-ാം തീയതി, അതായത് ഒരു മെയ് 22-ാം തീയതിയാണ്, ജൂൺ 22 തോന്നുന്നു ലാസ്റ്റ് ഡേറ്റ്. ആ ലാസ്റ്റ് ഡേറ്റിന് 2-3 ദിവസം ഉള്ളപ്പോൾ എങ്ങനെയൊക്കെ തട്ടിക്കൂട്ടി ഒരു ആപ്ലിക്കേഷൻ റെഡിയാക്കി ഞാൻ കൊടുത്തിട്ട് ഞാൻ പാസ്റ്റർ അടുത്ത് പറഞ്ഞു, പാസ്റ്റർ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഇവിടെ വന്ന് പല ദിവസങ്ങളിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയുണ്ടായി. എന്നാൽ ഈ പോസ്റ്റ് ഞാൻ അന്വേഷിച്ചപ്പോൾ മാവേലിക്കര കോളേജിലെ വേറൊരു അസോസിയേറ്റ് പ്രൊഫസർക്ക് ഏകദേശം ഉറപ്പിച്ചു വെച്ച പോസ്റ്റാണ്. അദ്ദേഹം സെനറ്റ് മെമ്പറായി പല പ്രാവശ്യം ഇരുന്നു. യൂണിവേഴ്സിറ്റി തലങ്ങളിലൊക്കെ വളരെ പിടിയുള്ള ഒരു പ്രൊഫസറാണ്. എന്നെക്കാളും എനിക്ക് അസോസിയേറ്റ് പ്രൊഫസർ വരെ എത്തിയുള്ളൂ. പക്ഷേ പ്രൊഫസർ പോസ്റ്റിന് ഇൻ്റർവ്യൂ നടന്നു, ഓർഡർ കിട്ടിയില്ല. അങ്ങനെയുള്ള സ്റ്റേജിലിരിക്കുന്ന ഒരു സാറ്. അപ്പോൾ ആ സാറ് ഏകദേശം ഈ പ്രിൻസിപ്പൽ പോസ്റ്റ് ഉറപ്പിച്ചു എന്ന് എനിക്ക് അറിയുവാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ ആ സാറ് എന്നോട് വിളിച്ച് ചോദിച്ചു, ഞങ്ങൾക്കറിയാം പരസ്പരം, വെങ്ങാനൂരുള്ള ഒരു സാറാണ്. അപ്പോൾ ആ സാറ് എന്നെ വിളിച്ച് ചോദിച്ചു, സാറ് അപ്ലൈ ചെയ്യുന്നുണ്ടോ? ഞാൻ പറഞ്ഞു അപ്ലൈ ചെയ്യുന്നുണ്ട്. പക്ഷേ അദ്ദേഹം നേരത്തെ അപ്ലൈ ചെയ്തു, ഞാൻ ലാസ്റ്റ് മൊമെൻറ്റിൽ ആപ്ലിക്കേഷൻ കൊടുത്തു. അപ്പോൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിനും മുമ്പ് ഞാൻ പാസ്റ്ററോട് ആ വിവരം പറഞ്ഞു പ്രാർത്ഥിച്ചു. എന്നാൽ ഞാൻ ഈ ആപ്ലിക്കേഷൻ കൊടുത്ത
LMSലായിരുന്നു. CSIയുടെ ആസ്ഥാനമായ LMSൽ കൊണ്ടുപോയി ആപ്ലിക്കേഷൻ കൊടുത്തു. ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്ത ആ ദിവസങ്ങളിൽ അവിടെ എന്തോ പ്രശ്നം നടന്ന് ആ കംപ്ലീറ്റ് LMS കോമ്പൗണ്ട് അടയ്ക്കുകയുണ്ടായി. അപ്പോഴും ഞാൻ പാസ്റ്ററോട് ഒന്ന് പറഞ്ഞപ്പോൾ പാസ്റ്റർ പറഞ്ഞു, ഇല്ല, എല്ലാ തടസ്സങ്ങളെയും മാറ്റുന്ന ദൈവം പ്രവർത്തിക്കും എന്ന് പറഞ്ഞു. ഉടൻ തന്നെ ഇതിൻ്റെ മാനേജർ അച്ഛൻ ലാസ്റ്റ് ഡേറ്റിന് ഒരു ദിവസം ഉള്ളപ്പോൾ എന്നോട് പറഞ്ഞു, ഈ ആപ്ലിക്കേഷൻ ഇതുവരെ എൻ്റെ ഓഫീസിൽ കിട്ടിയിട്ടില്ല, സാർ എത്രയും പെട്ടെന്ന് അതിവിടെ എത്തിക്കണം. അങ്ങനെ ഞാൻ LMSൽ പോയി അവിടെയുള്ള ആളുകളോട് സംസാരിച്ച് ആ ആപ്ലിക്കേഷൻ വാങ്ങി അതിനെ കണ്ണമൂലയുള്ള ആ മാനേജർ അച്ഛൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോയി ഞാൻ കൊടുത്തു. അത് ലാസ്റ്റ് ഡേറ്റിൻ്റെ മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് കൊടുത്തത്. എന്നിട്ട് ഞാൻ ഈ കാര്യത്തെക്കുറിച്ചൊക്കെ അങ്ങ് മറന്നുപോയി. അപ്പോൾ എന്നോട് മറ്റേ സാറ് വിളിച്ച് പറഞ്ഞു, അവിടെ ഒരുപാട് കേസുണ്ട്, വഴക്കുകളുണ്ട്, അതുകൊണ്ട് ഇത് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ്, കിട്ടിയാലും അപ്രൂവലിന് വേണ്ടിയിട്ട് ഒരുപാട് വെയിറ്റ് ചെയ്യണം എന്നൊക്കെ ഈ സാറ് തന്നെ എന്നോട് പറഞ്ഞു. സാർ എൻ്റെ ഒരു പഴയ സുഹൃത്താണ്, കോളേജിൽ എന്നെ കാണാനൊക്കെ വരുന്ന ഒരു സാറാണ്. അപ്പോൾ ഈ സാറ് പറഞ്ഞു, ഇത് കിട്ടാൻ പ്രയാസമാണ്, കിട്ടിയാൽ തന്നെയും ഇത് വലിയ കുടുക്കുകളുള്ളതാണെന്ന് പറഞ്ഞു. ഞാൻ അതുകൊണ്ട് ഇതിനെക്കുറിച്ച് വലുതായിട്ട് ബോധർ ചെയ്യാൻ പോയില്ല, ഇതം കിടക്കട്ടെ എന്ന് പറഞ്ഞു. ഏകദേശം ഇൻ്റർവ്യൂവിന് ഒരാഴ്ചയുള്ളപ്പോൾ ഇതേ സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഇൻ്റർവ്യൂ കാർഡ് കിട്ടി, സാറിന് കിട്ടിയോ? ഞാൻ പറഞ്ഞു ഇല്ല. അങ്ങനെ ഒരു 3-ാം തീയതിയായിരുന്നു ഇൻ്റർവ്യൂവിന് തൊട്ട് മുമ്പുള്ള ഞായറാഴ്ച രാവിലെ ഇവിടെ കൂട്ടായ്മയ്ക്ക് കടന്നു വരുവാൻ ഞാനും വൈഫുമായിട്ട് കാറ് ഗേറ്റ് തുറന്ന് പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് ഒരു ഫോൺ കോൾ. ആ ഫോൺ കോൾ വന്നത് ഇപ്രകാരമാണ്, സാറിന് ഇമെയിൽ വന്നിട്ടുണ്ട്, ഞാൻ കാട്ടാക്കട കോളേജിൻ്റെ കൺസൾട്ടൻ്റാണ്, അപ്പോൾ ആ ഇമെയിൽ കിട്ടിയോ? ഞാൻ പറഞ്ഞു നോക്കിയില്ല. ഞാൻ അവിടെ നിന്ന് മൊബൈലിൽ നോക്കിയപ്പോൾ ഇതുണ്ട്. ഞാൻ അന്നിവിടെ കടന്നു വന്ന് പാസ്റ്ററോട് പറഞ്ഞു. പാസ്റ്റർ പറഞ്ഞു, സകല പ്രതിബന്ധങ്ങളെയും മാറ്റുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം പ്രവർത്തിക്കുകയാണ്. എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് അദ്ദേഹം പറയുകയാണ്. അപ്പോഴും എനിക്ക് വിശ്വാസമായില്ല. കാര്യം കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൻ്റെ പ്രിൻസിപ്പൽ പോസ്റ്റ് മറ്റേ സാറ് ഉറപ്പിച്ചു വെച്ചേക്കുകയാണ്. അവിടുത്തെ സ്റ്റാഫിന് എല്ലാം അറിയാം, ഇദ്ദേഹമാണ് പ്രിൻസിപ്പലായിട്ട് വന്ന് ചാർജ് എടുക്കുന്നത്. ഞാൻ അതിന് ഇൻ്റർവ്യൂ 3-ാം തീയതിയായിരുന്നു. 2-ാം തീയതി ഞാനൊരു വോയിസ് മെസ്സേജ് ഇട്ട് പാസ്റ്റർക്ക് കൊടുത്തു. പാസ്റ്റർ എനിക്ക് വേണ്ടി നല്ലവണ്ണം വീണ്ടും പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ, ഇത് ബ്രദറിന് വേണ്ടിയിട്ടുള്ള പോസ്റ്റാണ്, യഥാർത്ഥത്തിൽ മറ്റേയാൾക്ക് വേണ്ടി പറഞ്ഞ് ഉറപ്പിച്ചു വച്ചിരിക്കുന്ന പോസ്റ്റാണ്. അവിടുത്തെ സ്റ്റാഫിനെല്ലാം അറിയാം, ഇനി ഈ സാറാണ് ഞങ്ങളുടെ പ്രിൻസിപ്പലായിട്ട് വരും, അതുകൊണ്ട് സാറിനെ നല്ലവണ്ണം വിളിച്ച് കൺഗ്രാജുലേറ്റ് ചെയ്യണം. തലേ ദിവസവും, അതായത് 3-ാം തീയതി ഇൻ്റർവ്യൂ, 2-ാം തീയതി വൈകുന്നേരം ഈ സാറ് ആ കോളേജിലെ പ്രമുഖരായിട്ടുള്ള ആളുകളെ എല്ലാം വിളിച്ച് പറഞ്ഞു, നമുക്ക് തിങ്കളാഴ്ച ഞാൻ വന്ന് ജോയിൻ ചെയ്തതിന് ശേഷം ഇന്ന കാര്യങ്ങൾ കോളേജിൽ ചെയ്യണം എന്നിങ്ങനെ ആ സാറ് പറയുകയുണ്ടായി. അത് എന്നെ ചില ആളുകൾ വിളിച്ചു പറഞ്ഞു. അപ്പോൾ എൻ്റെ കോൺഫിഡൻസ് ഉള്ളതും കൂടെ പോയി. എന്തായാലും ശരി, 3-ാം തീയതി രാവിലെ ഞാൻ ഇൻ്റർവ്യൂവിന് പോയി അവിടെ പ്രാർത്ഥനയോടുകൂടിയാണ് ഞാൻ പോയത്. അവിടെ ചെന്ന് ഏകദേശം 9:30 മണി മുതൽ വെരിഫിക്കേഷൻ തുടങ്ങി. 11:30 മുതൽ 12:30 മണി വരെ 1 മണിക്കൂർ 14 പേര് ഇൻ്റർവ്യൂ ചെയ്തു. കേരള ഗവൺമെൻറ് നോമിനി, 3 യൂണിവേഴ്സിറ്റികളുടെ നോമിനികൾ, 3 യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള സബ്ജക്റ്റ് എക്സ്പെർട്ട്, വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഉൾപ്പെടെയുള്ള അതിൻ്റെ തലവന്മാർ, ഇവരാണ് 14 പേരായിട്ട് കടന്നു വന്ന് ഇൻ്റർവ്യൂ ചെയ്തത്. 1 മണിക്കൂർ എന്നെ ഇൻ്റർവ്യൂ ചെയ്തു. ഇത്രയും വലിയൊരു ഇൻ്റർവ്യൂ ഞാൻ ഇതുവരെ അറ്റൻഡ് ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ 12:30 മുതൽ 1 മണി വരെ മറ്റേ സാറിനും ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഏകദേശം 1:30 ആയപ്പോൾ ഞാൻ അവിടെ കരുതി ഇനി ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല. കാര്യം മറ്റേ സാറ് വന്ന് ഒരു പ്രിൻസിപ്പൽ എങ്ങനെയാണ് മറ്റുള്ളവരോട് ഇടപെടുന്നത്, ആ രീതിയിൽ ആണ് എല്ലാവരോടും ഓരോന്ന് ആജ്ഞാപിക്കുകയും ഒക്കെ ചെയ്യുന്നത്, ഓരോ കാര്യങ്ങളൊക്കെ പറയുകയും അവിടെ വന്നിരിക്കുകയും. അപ്പോൾ ഞാൻ ഇത് കഴിഞ്ഞിട്ട് ചെന്നപ്പോഴാണ് അവിടുത്തെ ഒരു സ്റ്റാഫ് എന്നോട് പറഞ്ഞത്, ഒരു സാറ് വന്ന് വലിയ കാര്യമായിട്ടൊക്കെ കാര്യം ചെയ്യുന്നു, മറ്റൊരു സാറ് വന്ന് പതുങ്ങി ഒരു മൂലയ്ക്ക് ഒരു കസേരയൊക്കെ ഇട്ട് അവിടെ ഇരിക്കുന്നു. ആ സാറ് പ്രിൻസിപ്പലായിട്ട് വരുമെന്ന് അവരാരും കരുതിയില്ല എന്ന് പറഞ്ഞു. ഇൻ്റർവ്യൂ കഴിഞ്ഞു തൊട്ടടുത്ത വശത്തുള്ള ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണവും കഴിച്ച് ഞാൻ വീട്ടിലേക്ക് പോകാനുള്ള ഒരുങ്ങിയപ്പോൾ ഒരു കോൾ വന്നു, സാറ് ഒരു അരമണിക്കൂറൂടെ വെയിറ്റ് ചെയ്യണം. ഞാൻ അതേ ഹോട്ടൽ ഭക്ഷണവും കഴിച്ച് കാർ പാർക്കിങ്ങിൽ അരമണിക്കൂറൂടെ വെയിറ്റ് ചെയ്തിട്ട് ഞാൻ കരുതി ഇനിയും ഇവരാരും വിളിക്കുന്നില്ലല്ലോ, പൊക്കളയാമെന്ന് കരുതി. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ കരുതി ഭവനത്തിലേക്ക് പോകാമെന്ന് കരുതി വണ്ടി തിരിച്ചെടുത്തു. അപ്പോൾ പറയുന്നു, സാറ് കോളേജിലേക്ക് വരണം. അങ്ങനെ ഞാൻ കോളേജിലേക്ക് ചെല്ലാനായിട്ട് റെഡിയായി നിന്നവ പറഞ്ഞു, ഇപ്പോൾ വരണ്ട, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വരണം. വീണ്ടും
ഏകദേശം 5 മണി 2 മണി 3 മണി മുതൽ വെയിറ്റ് ചെയ്യുകയാണ്. 5 മണിയായപ്പോൾ എന്നോട് വന്ന് പറഞ്ഞു, സാറ് എവിടേക്ക് വരണം, ഈ ഇൻ്റർവ്യൂ നടന്ന ഹാളിലേക്ക് പെട്ടെന്ന് വരണം. ഞാൻ അവിടെ ചെന്നപ്പോൾ ഈ 14 പേരും എന്നെ പ്രതീക്ഷിച്ച് അവിടെ ഇരിക്കുകയാണ്. ഈ മറ്റേ സാർ അവിടെ ഇല്ല, ഇൻ്റർവ്യൂവിന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റ് 14 പേരും അവിടെയുണ്ട്. മാനേജറുണ്ട്, ബർസാറുണ്ട്, ഈ കോളേജിൻ്റെ എല്ലാ ആളുകളുമുണ്ട്. അവരെന്നോട് ഒരു കവർ തന്നിട്ട് പറഞ്ഞു, ഇത് തുറന്ന് നോക്കാൻ, ദിസ് ഈസ് യുവർ അപ്പോയിൻമെൻ്റ് ഓർഡർ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാനിത് തുറന്നു നോക്കിയില്ല. തുറന്നു നോക്കുന്നതിന് മുമ്പ് പറഞ്ഞു, തിങ്കളാഴ്ച രാവിലെ തന്നെ വന്ന് ജോയിൻ ചെയ്യണം. ഞാൻ പറഞ്ഞു, നടക്കത്തില്ല, തിങ്കളാഴ്ച രാവിലെ നടക്കത്തില്ല. കാര്യം ഫാത്തിമ കോളേജിൽ നിന്ന് റിലീവ് ചെയ്യണമെങ്കിൽ ഒരു വർക്കിംഗ് ഡേ എങ്കിലും വേണം. ഞാൻ ഈ വിവരം ഉടൻ തന്നെ ഞാനിത് പുറത്തിറങ്ങി ഇതിൻ്റെ ഫോട്ടോ എടുത്ത് മാനേജർക്ക്, പ്രിൻസിപ്പലിന്, ഈ ഫാത്തിമ കോളേജ് സൂപ്രണ്ടിന് കൊടുത്തു. അച്ഛന് ഭയങ്കര സങ്കടമായി ഞാൻ അവിടെ നിന്ന് പോകുമെന്ന് കണ്ടപ്പോൾ. അപ്പോൾ അച്ഛൻ വളരെ വിഷമത്തിലാണ് പറഞ്ഞത്. എങ്കിലും ഈ ഞായറാഴ്ച ദിവസം വൈകുന്നേരം കോളേജ് തുറന്ന് പ്രിൻസിപ്പൽ, മാനേജർ, സൂപ്രണ്ട്, ക്ലർക്കുമാർ ഇവർ വന്ന് എൻ്റെ റിലീവിങ് ഓർഡർ തയ്യാറാക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമാണ് ഈ പോസ്റ്റിലേക്ക് എന്നെ വിട്ടതെങ്കിൽ അതിനുള്ള ക്രമീകരണവും ദൈവം ചെയ്യുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഹല്ലേലൂയ. ബ്രദർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഒരുപാട് തടസ്സങ്ങളുണ്ട്, ആ തടസ്സങ്ങളൊക്കെ കൈ തൊടാതെ അല്ലെങ്കിൽ അറിയാതെ അതൊക്കെ മാറിപ്പോകുമെന്ന് തൊട്ടു മുമ്പുള്ള ഞായറാഴ്ച അദ്ദേഹം പ്രാർത്ഥിച്ചിട്ട് എന്ത് പറഞ്ഞുവോ അതേപോലെ തന്നെ അവിടെ സംഭവിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ ഈ അടുത്ത എന്നോട് പറഞ്ഞു, ഇത് ഞായറാഴ്ച അപ്പോയിൻമെൻ്റ് ഓർഡർ തരത്തില്ല, തിങ്കളാഴ്ച രാവിലെ. അപ്പം ഞാനിവിടുന്ന് എത്ര സ്പീഡിൽ വണ്ടി ഓടിച്ചാലും 3 മണിക്കൂർ എടുക്കും കാട്ടാക്കട വരെ എത്താനായിട്ട്. രാവിലെ തലേ ദിവസം രാത്രി അവരെന്നെ വിളിക്കുകയാണ്, രാവിലെ 6 മണിക്ക് വന്ന് അപ്പോയിൻമെൻ്റ് ഓർഡർ വാങ്ങിക്കണം. ഹല്ലേലൂയ. 6 മണിക്ക് ഞാൻ ചെന്ന് അപ്പോയിൻമെൻ്റ് ഓർഡർ വാങ്ങി വീട്ടിൽ ചെന്ന് ഭക്ഷണവും കഴിച്ച് നേരെ അവിടേക്ക് വിട്ടു. 10:30 മുമ്പ് ജോയിൻ ചെയ്യണമെന്നാണ് പറഞ്ഞത്. 10 മണിക്ക് അവിടെ എത്തി, ജോയിൻ ചെയ്തു. കുറേ അച്ഛന്മാരൊക്കെ ഉണ്ടായിരുന്നു. വലിയൊരു കൂട്ടായ്മ, ഒരു ആരാധന നടത്തിയാണ് എന്നെ അവിടെ ജോയിൻ ചെയ്യിപ്പിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ ജോയിൻ ചെയ്തതിന് ശേഷവും ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങി. 3 ആരാധനകൾ ഒരു ദിവസം ആ കലാലയത്തിൽ നടക്കും. SCMൻ്റെ ആരാധന. കാരണം ഞാൻ 3 മാസം അവിടെ ഞാൻ പഠിച്ചിട്ടുണ്ട്. 1989 3 മാസം BSc ബോട്ടണി കോഴ്സ് ഞാൻ അവിടെ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കതറിയാം. ഞാൻ അതേക്കുറിച്ച് തിരക്കിയപ്പോൾ പറഞ്ഞു, രാവിലെ 9 മണിക്ക് സ്റ്റാഫിൻ്റെ കൂട്ടായ്മ, 9:10 കുട്ടികളുടെ കൂട്ടായ്മ, 1 മണി മുതൽ 1:30 വരെ വീണ്ടും കുട്ടികൾക്കായിട്ടുള്ള കൂട്ടായ്മ. അങ്ങനെ ഒരു ദിവസം 3 വ്യത്യസ്ത തരത്തിലുള്ള കൂട്ടായ്മകൾ പങ്കെടുക്കുവാൻ ദൈവം എന്നെ അനുവദിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ അവിടെ ചെന്ന് സ്റ്റാഫ് കൗൺസിലും സ്റ്റാഫ് മീറ്റിങ്ങും വിളിച്ച് ചെയ്തത്, എന്നെപ്പോലെ പ്രൊമോഷൻ കിട്ടാതെ ഈ കോളേജിൽ എത്ര പേരുണ്ട് എന്നുള്ളത് തിരക്കി. അവർക്കെല്ലാം പ്രൊമോഷൻ കിട്ടാനുള്ള നടപടികൾ ഇന്നു മുതൽ ഞാൻ അതിൻ്റെ എന്ത് എഴുത്തുകുത്തും ഞാൻ ഒപ്പിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, നീ മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായി തീരുമെന്ന് അദ്ദേഹം ഇവിടെ നിന്ന് പറഞ്ഞ് വിട്ടു. ഹല്ലേലൂയ. അവിടെ പോയി ആപ്ലിക്കേഷൻ കൊടുത്ത് പ്രൊമോഷൻ കിട്ടാതിരുന്ന 8 പേർക്ക് ഇന്നലെ ഞാൻ അതിൻ്റെ പ്രൊമോഷൻ ഓർഡർ വാങ്ങി അത് DDയിലേക്ക് ഫോർവേഡ് ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം ഇടവരുത്തി. ഹല്ലേലൂയ. ആ കോളേജിൽ ഏറ്റവും പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരുന്ന 8 അധ്യാപകർ അവരുടെയാണ് തടഞ്ഞു വെച്ചത്. അവർ ഓരോരുത്തരായിട്ട് എൻ്റെ അടുക്കൽ വിളിച്ചിട്ട് പറയുക, സാർ എന്തു പറഞ്ഞാലും ഞങ്ങൾ ചെയ്തോളാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ, ദുർഘടങ്ങളെ നിരപ്പാക്കുന്ന ദൈവത്തിൻ്റെ ശക്തി ആ കോളേജിൽ വ്യാപരിച്ചു തുടങ്ങി. ഹല്ലേലൂയ. ഇതൊക്കെ പാസ്റ്ററിലൂടെ ദൈവം ആഴ്ചകൾക്ക് മുന്നമേ വെളിപ്പെടുത്തിയതിന് പ്രകാരമാണ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. നമ്മളെ ഉയർത്തുന്നത് നമ്മുടെ കഴിവുകളോ പ്രാപ്തികളോ ഡിഗ്രികളോ പേപ്പറുകളോ അല്ലെങ്കിൽ സർവീസോ ഒന്നുമല്ല. ഹല്ലേലൂയ. ഞാൻ അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത്, ആ സാറിനേക്കാളും 5 വർഷം എനിക്ക് സർവീസ് കൂടുതലാണ്. അവരുദ്ദേശിച്ച ക്വാളിഫിക്കേഷനുകൾ എനിക്കാണ് ഉള്ളത് എന്ന് ഞാൻ അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത്. അതുവരെയും ഞാനും പ്രതീക്ഷിച്ചത് എന്നെക്കാളും ഈ മറ്റേ സാറാണ് ഏറ്റവും യോഗ്യതയുള്ളത്. ആ സാറിനെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഒന്നുമല്ല എന്ന് പ്രതീക്ഷിച്ചാണ് ഞാൻ അവിടെ ചെന്നത്. എന്നാൽ താണവനെ ഉയർത്തുന്ന ദൈവത്തിൻ്റെ ശക്തി അവിടെ വ്യാപരിച്ചു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഹല്ലേലൂയ. ഇക്കാര്യത്തിൽ എനിക്ക്
ഏറ്റവും വലിയ പ്രാർത്ഥനാ സപ്പോർട്ട് നൽകിയത് നമ്മുടെ കർത്തൃദാസനാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഏത് സമയം വിളിച്ചാലും അദ്ദേഹം വോയിസ് മെസ്സേജായിട്ടോ അല്ലാതെയോ പ്രാർത്ഥനയിൽ മറുപടി നൽകും. ദുർഘടങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു എങ്കിലും അതെല്ലാം നിസ്സാരമായി മാറിപ്പോകുമെന്ന് അദ്ദേഹം അസന്നിഗ്ധമായിട്ട് എന്നോട് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദേവദാസനോടുള്ള നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുന്നു. എനിക്ക് ഈ പോസ്റ്റ് നൽകിയ ദൈവത്തോടുള്ള ഏറ്റവും സ്തുതി സ്തോത്രങ്ങൾ ഞാൻ ഈ സമയം അർപ്പിക്കുകയാണ്. എൻ്റെ പോസ്റ്റിന് അപ്രൂവൽ ലഭിച്ചിട്ടില്ല. അപ്രൂവൽ ലഭിച്ചാൽ മാത്രമേ സാലറി ലഭിക്കുകയുള്ളൂ. അതിനുവേണ്ടിയും നിങ്ങളേവരും പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. നന്ദി. ആമേൻ, ആമേൻ. നമുക്ക് ഒരുമിച്ച് ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ ഈ ആരാധനയിൽ കേട്ട സാക്ഷ്യം എന്നോട് കർത്താവ് കഴിഞ്ഞ ജൂലൈ മുതൽ പറഞ്ഞു, ഈ ഓഗസ്റ്റ് മുതൽ ഡിസംബർ വരെയും വലിയ സാക്ഷ്യങ്ങൾ ദൈവം തുറക്കും. ഈ പട്ടണത്തിലെ ഉന്നതന്മാരെ ഈ ആരാധനയിൽ എത്തിക്കും. വിശ്വസിക്കുന്നവർ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഡോക്ടറിനായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നവരെല്ലാം പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി റൂബേൻ ഡോക്ടറിനെ ഞങ്ങളുടെ നടുവിൽ അയച്ചതിനായിട്ട് അങ്ങ് ഇത്രത്തോളം ഉയർത്തിയതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കുടുംബമായി ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ ഡോക്ടറും കുടുംബവും ശുശ്രൂഷ ചെയ്യുന്നവരാണ്. അല്ലെങ്കിൽ അവരെ വീണ്ടും മാനിക്കണമേ അപ്പ, ദൈവം ഉപയോഗിക്കണമേ അപ്പ. കർത്താവിൻ്റെ കരത്തിനായിട്ട് ഞങ്ങൾ ഏൽപ്പിക്കുന്നപ്പ, ഇവർ മാനിക്കുന്നതിനായിട്ട് പ്രത്യേകിച്ച് വൈഫിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ നിലയിലും അടുത്തൊരു വലിയ സാക്ഷ്യത്തിലേക്ക് ദൈവം നടത്താൻ പോകുന്നതിനായി നന്ദി. കർത്താവെ, ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ആമേൻ, ആമേൻ. മാനിക്കട്ടെ. ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഏലിയാവ് മരിക്കുന്ന സമയത്ത് എലീശ പറഞ്ഞു, എനിക്ക് ഇരട്ടി പങ്ക് അഭിഷേകം വേണം. അങ്ങനെ ഒന്ന് എനിക്ക് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇൻ്റർവ്യൂവിന് ഞാൻ ചെന്നപ്പോഴത്തേക്കും അവർ പറയുകയാണ്, ഇത് പ്രിൻസിപ്പൽ പോസ്റ്റ് മാത്രമല്ല, പ്രിൻസിപ്പൽ ആൻഡ് പ്രൊഫസർ പോസ്റ്റ്. എന്നെ അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്നത് പ്രിൻസിപ്പലായിട്ട് മാത്രമല്ല, പ്രൊഫസറായിട്ട് കൂടെയാണ്. നേരത്തെ എനിക്ക് കിട്ടുമെന്ന് പറഞ്ഞിരുന്ന ഒരു പ്രൊമോഷനാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് ഇരട്ടി പ്രൊമോഷനോട് കൂടിയാണ് ദൈവം എന്നെ അങ്ങോട്ട് അയച്ചിരിക്കുന്നത്. ആമേൻ, ആമേൻ. കർത്താവ് മാനിക്കും. വീണ്ടും ഒരു സാക്ഷിയായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കിയതിന് നന്ദി പറയാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഞാൻ ശാരീരികമായിട്ട് പ്രശ്നത്തിൽ ആയിരുന്നു. അങ്ങനെ ഞാൻ ഡിസ്ട്രിക്റ്റിൽ അഡ്മിറ്റായി. ഏകദേശം 10ഓളം ദിവസം അവിടെ നിന്നു. ഡോക്ടേഴ്സ് പറഞ്ഞു, ചൈന കൊണ്ട് ഇനി ഒന്നും നടക്കില്ല, ചൈന നമുക്ക് തിരിച്ച് കിട്ടത്തില്ല. ചൈനയുടെ പമ്പിങ്ങിൻ്റെ അളവ് 30ആയി, പ്രോട്ടീൻ ഇല്ല. അങ്ങനെ വിലയേറിയ ഇഞ്ചെക്ഷൻസും കാര്യങ്ങളൊക്കെ അവരൊക്കെ ചെയ്തെങ്കിലും അവർ എനിക്ക് കേൾക്കാൻ പറ്റുന്ന രീതിയിൽ എൻ്റെ മാതാവും പിന്നെ വൈഫൊക്കെ അവരുടെ നേരെയൊക്കെ പറയുന്ന സമയങ്ങളിൽ ഞാൻ പറയുമായിരുന്നു, എന്നെ നോക്കുന്നത് എൻ്റെ കർത്താവാണ്. ഈ ഡോക്ടർ പറയുന്നത് എൻ്റെ ചെവിയിലൂടെ പാസ്സായാലും എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതിക്ക് വേണ്ടി മാത്രമാണ് എന്ന് ഞാൻ വളരെ വിശ്വസ്തയോടെ തന്നെ ഇരുന്നു. ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ മാറും. എനിക്ക് ബ്രീത്തിങ്ങിൻ്റെ ഭയങ്കര പ്രോബ്ലം ആയിരുന്നു. 30 പമ്പിങ്ങിൻ്റെ അളവ് 30 കൗണ്ടായിരുന്നു. റിട്ടേൺ വരുമെന്നും ആരും പ്രതീക്ഷിച്ചില്ല. എങ്കിലും ദേവദാസൻ എന്നോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പോവുകയൊക്കെ ചെയ്തു. തിരിച്ച് ഞാൻ യാത്രയുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് കാത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഞാൻ വന്നത്. അപ്പോൾ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് വാഹനങ്ങൾ കയറി വരാത്തത് കൊണ്ട് എന്നെ എൻ്റെ വൈഫിൻ്റെ അനിയത്തിയുടെ വീട്ടിലോട്ട് എന്നെ ഒന്ന് ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ ആ വീട്ടിൽ ഞാൻ പോയി തങ്ങിയ സമയത്ത് രാത്രിയിൽ കുറേ ദൈവമക്കൾ നമ്മുടെ ദേശത്തുള്ള സഭയിലുള്ള കുറേ മക്കൾ വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. തൊട്ടടുത്ത നിമിഷങ്ങളിൽ അവിടെ ഉണ്ടായ സംഭവം വളരെ ഇതായിരുന്നു. ഈ താമസിക്കുന്ന വീട്ടിലെ എൻ്റെ ഈ സഹോദരിയുടെ വൈഫിൻ്റെ സഹോദരിയൊക്കെ കാനഡയിലായിരുന്നു. അപ്പോൾ അവരുടെ കുടുംബത്തിൻ്റെ ഏരിയ ആയതുകൊണ്ട് അവർ വിളിച്ചു, അവരെ അറിയിച്ച ശേഷം മറ്റ് സഹോദരങ്ങൾ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് ഇവിടെ നിന്ന് സംഭവിക്കത്തില്ല. ആ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അവരെല്ലാം പോയ ശേഷം പറഞ്ഞ് ഇതൊന്നും ഇവിടെ നടക്കത്തില്ല, ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണമെന്ന് പറഞ്ഞു. ഞാൻ ദൈവത്തിനെ മഹത്വപ്പെടുത്തി. ദൈവം നിൻ്റെ നാമത്തിൽ പ്രതി ഞാൻ നന്ദി പറയുന്നു എന്ന് പറഞ്ഞ് ആ ഭവനത്തിൽ നിന്ന് എന്നെ പെട്ടെന്ന് ട്രാൻസ്ഫർ ചെയ്ത് ഇപ്പോൾ താമസിക്കുന്ന ഭവനത്തിൽ തന്നെ കൊണ്ടുപോയി. അടുത്ത ദിവസം വൈകിട്ട് ഇതേ കണക്ക് തന്നെ ഈ BP ഒക്കെ കുറഞ്ഞ് പിന്നെ ഷുഗറിൻ്റെ ലെവൽ കുറഞ്ഞ് 40 ഇതിൽ വന്ന് ഞാൻ അബോധാവസ്ഥയിൽ പോയി. അപ്പോൾ ഏകദേശം 10-40ഓളം ആൾക്കാർ വന്നു. മരിച്ചുപോയി, സ്റ്റാൻലി മരിച്ചുപോയി, പെട്ടെന്നുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്യണം, സ്റ്റാൻലി ഇനി കിട്ടത്തില്ല, ആ ഒരു ലെവലിൽ. ഇപ്പോൾ ഫിക്സൊക്കെ വന്ന് എൻ്റെ മോനെ കടിക്കാനൊക്കെ ഒരുങ്ങിയെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആ ഒരു ലെവലിലൊക്കെ ആ ഇടത്ത് നിന്നുകൊണ്ട് ഏത് വീട്ടിൽ നിന്നോ എന്നെ ഇടയ്ക്ക് വിട്ടോ
ആ UK ഇരുന്നുകൊണ്ട് ആ അനുജത്തി തന്നെയാണ് ആംബുലൻസ് അറേഞ്ച് ചെയ്ത് എൻ്റെ ഭവനത്തിലേക്ക് വിട്ടത്. അതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. ശത്രുക്കളെ പോലും ദൈവം നമ്മളെ ഉപയോഗിക്കും. അങ്ങനെ വീട്ടിൽ ഈ 10-40 ആൾക്കാരുണ്ടായിരുന്നെങ്കിൽ ആരുടെയും ബുദ്ധിയിൽ ഉദിക്കാത്തത് ആ UK അവളുടെ മുകളിൽ ദൈവം പ്രവർത്തിച്ച് ആംബുലൻസ് മങ്ങാട്ടിൽ നിന്ന് വന്നു, എന്നെ എടുത്തു. എന്നെ NS ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നവരെ എനിക്കൊരു ഓർമ്മയൊന്നുമില്ല. എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. കാര്യം ഒരു പിണ്ടം പോലായിരുന്നു. എൻ്റെ ഈ ശരീരത്തിൽ കൈ കാലുകളൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത വികൃത രൂപം പോലെ ഞാൻ നീര് വെച്ച് നിറഞ്ഞിരുന്നു. NSൽ കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തി. ദേവദാസന്മാർ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. സിസ്റ്ററും എല്ലാം കൂടെ റിപ്പോർട്ട്സൊക്കെ അയക്കും, അതിനുള്ള മറുപടികളൊക്കെ കൊടുക്കുമായിരുന്നു. എന്തായാലും എനിക്ക് പരിപൂർണമായിട്ട് എന്നെ സൗഖ്യപ്പെടുത്തി. എനിക്ക് ഇന്ന് ഈ ചർച്ചിൽ വരാനായിട്ട് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. എങ്കിലും 10 മണിയായപ്പോഴും എൻ്റെ മോൻ വൺ ഡേ ക്ലാസ്സിന് പോയത് കാരണം അവന് വരാൻ പറ്റിയില്ല. വൈഫിന് ജോലി ഉണ്ടായിരുന്നു. എനിക്ക് ഡ്രൈവ് ചെയ്ത് വരാനും പറ്റത്തില്ല. പിന്നെ ഞാനൊരു 5 സ്റ്റെപ്പ് അല്ലെ 10 സ്റ്റെപ്പ് ബാക്ക് ഡോറിൽ നിന്ന് ഫ്രണ്ട് വരെ പോലും എനിക്ക് വരാൻ പറ്റാത്തൊരു മൂമെൻറ്റിലാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഞാൻ. എന്നാലും അവിടുന്ന് ഏകദേശം 1/2 കിലോമീറ്റർ നടന്ന് ഞാൻ ഓട്ടോ പിടിച്ച് ഈ ചർച്ചിൽ വരികയും ചർച്ചിൻ്റെ ബാക്ക് ഡോറിൽ നിന്ന് ഈ ഫ്രണ്ട് വരെ എനിക്ക് സ്വന്തമായിട്ട് നല്ല ആരോഗ്യത്തോട് വരാനും ദൈവം എന്നെ നിങ്ങളുടെ മുമ്പിൽ നിലനിർത്തിയിരിക്കുകയാണ്. അതിൻ്റെ എത്ര നന്ദി പറഞ്ഞാലും മതി വരത്തില്ല. ദൈവദാസൻ ഒരുപാട് സമയങ്ങളിൽ ഈ കഴിഞ്ഞ സാക്ഷ്യം കേട്ടതുപോലെ എന്നെ കൂടെ വിളിക്കുമായിരുന്നു. എനിക്ക് വേണ്ടുന്ന മെസ്സേജുകൾ തരുമായിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു. അത് സൂമിലൊക്കെ എന്നെ ഒരുപാട് മക്കൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് സിന്ധു സിസ്റ്റർ കൂടെ ഭവനത്തിലും ഹോസ്പിറ്റലും ഒക്കെ വന്ന് എന്നെ കാണുമായിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥിച്ച എല്ലാ ദൈവമക്കൾക്കും നന്ദി. ഇതെൻ്റെ ഒരു 3ാമത്തെ തവണയാണ്. 3ാമത്തെ പ്രാവശ്യമാണ് ദൈവം എന്നെ ഈ മരണത്തിൽ നിന്ന് വിടുവിക്കുന്നത്. അത് എത്ര പറഞ്ഞാലും മതി വരത്തില്ല. ഈ തീർന്നു എന്ന് കരുതി അതുപോലെ തന്നെ എൻ്റെ സുഹൃത്തുക്കൾ പോലും പറഞ്ഞ് അവൻ്റെ സ്ഥിരം പണിയാ, അവൻ മരിക്കും പറയുന്നല്ല, മരിക്കത്തില്ല, അവനിങ്ങനെ നടക്കും എന്ന് പറഞ്ഞ് അവർ നിൽക്കുന്നിടത്ത് ഇനിയുള്ള ജീവിതം എൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ മാറ്റി വെച്ചിരുന്നു. അപ്പോൾ ഞാൻ ചെറിയ ജോലിക്കൊക്കെ പോകുമായിരുന്നു. ഞാനൊരു തീരുമാനം എടുത്തു, കർത്താവ് ഇനിയുള്ള ദിവസം അങ്ങേക്ക് വേണ്ടി. ഈ സാക്ഷ്യം അനേകർക്ക് ഒരു വിടുതലായിട്ട് മാറുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. അക്കരമൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സന്തോഷത്തോടെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി. ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങൾക്ക് ജീവിക്കുന്നൊരു സാക്ഷിയെ തന്നതിനായിട്ട് മരിച്ചൊന്ന് ഉറപ്പുവരുത്തിയതാണ്. പക്ഷേ അതിനകത്തും കർത്താവ് അത്ഭുതത്തോടെ ഇന്ന് ഞങ്ങളെ സാക്ഷി നിർത്തിയിരിക്കുന്നതിനായിട്ട് എല്ലാ കരങ്ങളും ഉയർത്തിപ്പിടിച്ച് സകല നാമത്തിൻ്റെ ഉയർച്ച അങ്ങേക്കപ്പ. സകലത് ഞങ്ങളുടെ കഴിവല്ല, അങ്ങ് പ്രവർത്തിക്കുന്നതാണ്. പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നതിനായി നന്ദി. ഞങ്ങൾ ഒരുമിച്ച് വിശ്വസിക്കുന്നു. ഇന്ന് ഈ വചന സന്ദേശം കൂടെ കഴിയുമ്പോൾ സ്റ്റാൻലി ബ്രദർ വിടുന്ന ഈ കത്തുർമേശയും കൂടെ എടുത്ത് സന്തോഷത്തോടായിരിക്കും പോകുന്നത്. കർത്താവ് പൂർണ്ണ സൗഖ്യം കൊടുക്കുന്നതിനായി നന്ദി. ആമേൻ.